വന്നിരിക്കുമ്പോ പലർക്കും ചില സംശയങ്ങൾ ഉണ്ടാവും. ചിലർക്ക് ദേഷ്യം ഉണ്ടാവും. ഇന്നലെ പറഞ്ഞില്ലേ, ചിലർക്ക് ദേഷ്യം ഉണ്ടാവും, ചിലർക്ക് സംശയം ഉണ്ടാവും. എന്നാലും നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഇരുത്തും. അത് നിങ്ങളുടെ സോളാണ്, നിങ്ങളുടെ ആത്മാവാണ്. നിങ്ങളുടെ മനസ്സിനാണ് സംശയവും ദേഷ്യവും ഒക്കെ ഉള്ളത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും, എല്ലാ ദേഷ്യങ്ങളും, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ ഭയങ്കര ദേഷ്യം തോന്നും, ഭയങ്കര വിഷമം തോന്നും. അതൊക്കെ നിങ്ങളുടെ മനസ്സിനാണ്. ആ മനസ്സിനെ അടിച്ച് പരുവപ്പെടുത്തി ലെവലാക്കി അതിനെ നിങ്ങളുടെ സോളിനെ ശക്തിപ്പെടുത്തുക എന്ന പണിയാണ് എന്റെ പണി. അപ്പൊ ഇടയ്ക്ക് അടി കിട്ടും, ഇടയ്ക്ക് തൊഴി കിട്ടും, ഇടയ്ക്ക് എടുത്ത് എറിയും, ഇടയ്ക്ക് കരക്കെറിയും, ഇടയ്ക്ക് ചീത്ത വിളിക്കും, ഇടയ്ക്ക് പലതും ചെയ്യാൻ പറയും. ഒരു പരീക്ഷണമാണ്. ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കാര്യം ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് ജീവിതകാലം മുഴുവൻ സന്തോഷമായി ജീവിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പരുവപ്പെടുത്തി. അതിന്റെ പ്രാക്ടീസ് ആണ്. എങ്ങനെ ഒരു ആത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, സോളിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഫ്രീ പ്രോഗ്രാമാണ്. ഓക്കെ, ഇപ്പോ ഒരു നിധി നമ്മൾ എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ചുമ്മാ നിധി കിട്ടൂല. നിധി എവിടെയെങ്കിലും ട്രഷർ എന്ന് പറയുന്നത് എപ്പോഴും ഒളിച്ചായിരിക്കും വച്ചിരിക്കുന്നത്. അത് എടുക്കാനുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. നിധി എടുക്കാൻ എപ്പോഴും യാത്ര കുറച്ച് ബുദ്ധിമുട്ടേറിയ. ആ നിധി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന് സ്വസ്ഥമായി, അവന്റെ ലൈഫും അവന്റെ പരമ്പരകളുടെ വരെ ലൈഫ്. നിധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ് നിധി. സ്വർണം എടുത്തുകൊണ്ട് വരുന്നതല്ല നിധി. നിങ്ങളും നിങ്ങളുടെ സന്തതി പരമ്പരകളെയും നിങ്ങൾ സഫറിങ്സിൽ നിന്നും, ഹ്യൂമൻ സഫറിങ്സിൽ നിന്നും, മനുഷ്യന്റെ കഷ്ടപ്പാടുകളിൽ നിന്നും എന്ന് മുക്തമാക്കുന്നുവോ അതാണ് യഥാർത്ഥ നിധി. ആ നിധി നിങ്ങൾ ഇത്രയും നാളും തേടി അലഞ്ഞു, പല കോഴ്സുകളിലും പോയി, പല ഓൺലൈൻ കോഴ്സുകളിലൊക്കെ പോയി ഇഷ്ടം പോലെ പൈസയൊക്കെ മുടക്കി, കൗൺസിലിങ്ങിന് പോയി, പലതിനും പോയി. ഇനി നിങ്ങൾ കരയരുത്. ഇനി ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് പിന്നെ കരയാൻ പാടില്ല. എന്നെ കണ്ടിട്ട് പിന്നെ കരയരുത്. നിങ്ങളുടെ കരച്ചിലിന് അന്ത്യം വരുത്താനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതാണ് എന്റെ നിയോഗം. ഇനി കരയാൻ പാടില്ല ജീവിതത്തിൽ. ഇനി ഒരിക്കലും കരയരുത് നിങ്ങൾ. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. മുടിയൊക്കെ വെട്ടിയാ വീണ്ടും വളരും. നിങ്ങളുടെ ആത്മാവിൽ തറച്ചിരിക്കുന്ന മുള്ളാണ് എടുത്തു കളയേണ്ടത്. ആ മുള്ളെടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കണം. നിങ്ങൾ സറണ്ടർ ചെയ്യണം, സമർപ്പിച്ചിരിക്കണം. കൂടുതൽ നിങ്ങൾ പ്രതിരോധിക്കും തോറും ആ മുള്ള് അകത്തേട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ സമ്പത്തോ ഒന്നും പ്രശ്നമല്ല. ഒന്നും. ആ പൈസ ഉണ്ടാവണം, പൈസ ഉണ്ടായാൽ മാത്രമേ, അതിന് കണ്ടീഷൻസ് ഒന്നുമില്ല. പൈസ ഉണ്ടായാൽ മാത്രമേ ഇതിൽ പങ്കെടുക്കൂ. അപ്പൊ ഇതിന്റെ അഡ്വാൻസ്ഡ്, നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഫീല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻസ് പ്രോഗ്രാമിനും പങ്കെടുക്കാൻ സമ്പത്ത് ഒരു മാനദണ്ഡമാണ്. പൈസ നമ്മൾ വാങ്ങും. അത് പൈസ വാങ്ങാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 രൂപയായിരിക്കും വാങ്ങും, ചിലപ്പോൾ ഒരാളുടെ കഴിവിനനുസരിച്ചായിരിക്കും വാങ്ങും. പൈസ വാങ്ങൂല എന്നൊന്നും പറയൂല. കാരണം ഇത് നടത്തിക്കൊണ്ട് പോവാൻ ഈ മോർണിംഗ് പ്രോഗ്രാമിൽ ഒറ്റ പൈസയും വാങ്ങൂല, പൈസ വാങ്ങുകയില്ല. ഇവിടെ ഇരുന്നാൽ മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. ഇനി ഇതിലും കൂടുതൽ ഒരു വലിയ ഇതിലേക്ക് പോകാനുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒന്നുമല്ലെങ്കിൽ അവർക്ക് ഇവിടുന്ന് ഒരു ഫീലിംഗ് കിട്ടണം. ഇല്ലെങ്കിൽ അവർ 41 ദിവസം ഇതിനകത്ത് പങ്കെടുക്കും തുടർച്ചയായി. 41 ദിവസം കഴിയുമ്പോൾ അവർക്ക് ഇതിന്റെ അഡ്വാൻസ്ഡ് പ്രോഗ്രാമിൽ ഇട്ടു. അതും നമ്മൾ പൈസക്ക് വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. വിൽപ്പനയ്ക്കല്ല ഇത്.
ആ വിൽപ്പനയ്ക്ക് വെച്ചാലേ വാല്യൂ ഉണ്ടാവുള്ളൂ എന്നൊന്നും, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. നമുക്ക് ആ വിശ്വാസമില്ല. നിങ്ങളെ ഹൃദയത്തിൽ തറച്ച മുള്ളെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കരുത്. ക്ഷമിക്കുക. ക്ഷമ, അച്ചടക്കം, മര്യാദ. ഈ 3 ഗുണങ്ങളാണ് ആദ്യം ഉണ്ടാവേണ്ടത്. 41 ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ആദ്യത്തെ ഗുണം അതാണ്. 41 ദിവസം കഴിഞ്ഞ ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പുറകോട്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് കിട്ടി കുറച്ച് ദിവസമായി ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾക്കും പുറകോട്ട് നോക്കി അറിയാം നിങ്ങളുടെ ക്ഷമ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്. ക്ഷമ കിട്ടിയ ആൾക്കാരോടൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ചാറ്റ് ബോക്സ് എന്ന് അറിയും. അവരുടെ പഴയ സ്വഭാവവും ഇപ്പോഴത്തെ സ്വഭാവവും ഒന്ന് 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 മാർക്കിടാൻ പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഞാൻ എല്ലാ ദിവസവും പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ വളരെ കുറഞ്ഞ ആളുകൾ, ഒരു കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്നും ഈ ഒരു ജ്ഞാനം നേടാൻ കഴിയുക എന്നത് അതെല്ലാവർക്കും കിട്ടുന്നത്. അത് അന്വേഷിച്ച് നടക്കും. മനുഷ്യൻ മരണം വരെ അന്വേഷിച്ച് നടക്കുന്നത് ഇതാണ്. മനുഷ്യൻ മരണം വരെ അന്വേഷിച്ച് നടക്കുന്നത് ഇതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയില്ലേ. അത് കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നമ്മൾ വിചാരിക്കുക ദൂരം മനുഷ്യരുണ്ട്, അവർക്കൊക്കെ ഇതിനകത്ത് വന്നിരുന്ന് പങ്കെടുത്താനാണ്. അങ്ങനെ പങ്കെടുക്കാൻ പറ്റൂല. അങ്ങനെ പങ്കെടുക്കാൻ പറ്റൂല. ഇതിലെന്തൊക്കെ ഫീൽ ചെയ്താലും ഇതിനൊരു ടെക്നിക്ക് ഉണ്ട്. ടെക്നിക്ക് അതാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. ആ ടെക്നിക്ക് എപ്പോ തരും എന്നൊരു ഉറപ്പൊന്നും എനിക്കില്ല. ഞാൻ പറയൂല ഉറപ്പ്. ഇവിടെ ഒരു ഓഫറും ഇല്ല. നിങ്ങൾക്ക് ചിലപ്പോ ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപ വന്നേക്കാം. അപ്പൊ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം മാറി. പക്ഷെ അതിനപ്പുറത്തെ ഒരു ടെക്നിക്ക്, അത് നിങ്ങൾ എപ്പോ പരുവപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം മാത്രമേ ഞാനത് കൈമാറും. അതുവരെ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടി വരും. ഉള്ളവരിരുന്നാൽ മതി. അതുവരെ ഇരിക്കേണ്ടി വരും. എനിക്ക് തോന്നണം ഇന്നയാള് ഓക്കെ ആയി എന്ന് തോന്നുമ്പോ അത് തരും. മാത്രമേ തരൂ. അതങ്ങനെ കൊടുക്കാവൂ. കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്നോട് പോലും പറയാൻ പറ്റാത്ത രഹസ്യം എന്താണ് നിങ്ങളുടെ കയ്യിൽ? പറയാൻ പറ്റൂല. നീ അതിന് പരുവപ്പെട്ടാൽ ഞാൻ നിന്നോട് പറയും. അതെങ്ങനെയാ മനസ്സിൽ കൊണ്ടുവരണം? ഭയങ്കര, എനിക്കൊരു വിഷമവും ഇല്ലാന്ന്. എനിക്കൊരു വിഷമവും ഇല്ല. മനസ്സിലായില്ലേ? എനിക്ക് വിഷമമില്ല അതിനകത്ത്. എന്റെ മക്കളും എല്ലാരും കൂടി ഇരിക്കുമ്പോ ചോദിച്ചു, നിങ്ങക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അതിന് പാകമായി എന്ന് തോന്നുമ്പോ ഞാൻ വിളിച്ചു കൊടുക്കും, വിളമ്പി കൊടുക്കും. മോനായാലും ശരി, മോളായാലും ശരി, ഭാര്യയായാലും ശരി, മാതാപിതാക്കളായാലും ശരി, ഇനി എത്ര ആരാണെങ്കിലും അതിനപ്പുറത്ത് ഇപ്പൊ അതാണല്ലോ എനിക്ക് അങ്ങനെയല്ല. പക്ഷെ എനിക്ക് നിങ്ങളും വലുതാ. ഇല്ല, ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വലുത്. പക്ഷെ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾക്ക് വരുന്ന തലമുറകൾക്കും അത് പകർന്നു കൊടുക്കാം. ഓരോ ഞാനായി മാറണമെന്നാണ് നിങ്ങൾ എല്ലാവരും ഇതായി മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതൊരു വലിയ മഹത്തായ കർമ്മം. പക്ഷെ അത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഏതെങ്കിലും അവിവേകികളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല. അവൻ അതിന് പാകപ്പെട്ടു. അതിനുള്ള അച്ചടക്കം, അതിനുള്ള മര്യാദ, അതിനുള്ള ക്ഷമ ഒരാൾക്ക് ഉണ്ടായി എന്ന് തോന്നണം. എല്ലാവർക്കും തോന്നും ഞാൻ ഭയങ്കര നല്ല മനുഷ്യനാണ്, ഞാൻ എല്ലാം ശരിയാ, എല്ലാം പെർഫെക്റ്റാ എന്നൊക്കെ തോന്നും. അതൊന്നും അല്ല. അതിനപ്പുറത്ത് മര്യാദ, അച്ചടക്കവും ക്ഷമയുണ്ട്. അപ്പൊ ആണാണോ പെണ്ണാണോ നല്ലത്? ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ അറിവ് എന്തോരായിരുന്നോ. ആണാണോ പെണ്ണാണോ നല്ലത്? ഏ? ആരും പേടിച്ചിട്ട് ടൈപ്പ് ചെയ്ത് പോലും ഇടുന്നില്ലേ? ആ, പെണ്ണ് രണ്ടും നല്ലതാ, രണ്ടും. ആ, വേർതിരിവില്ല. ഓ, എന്താണ് എന്താണ് എന്താണ്
ഹൈദര് സാറൊക്കെ ആലോചിച്ചിട്ടിടണം. ഹൈദര് സാറൊക്കെ ആലോചിച്ചിട്ടിടണം. ആ ആ ആ ഉം ഉം ഉം. തലക്കെട്ടൊരു കിഴിക്കൊടുത്ത എല്ലാരും. രണ്ടുമല്ല, ആണുമല്ല, പെണ്ണുമല്ല. മനസ്സിലായില്ലേ? തലക്കെട്ട് ഒരു കിഴിക്കൊടുക്ക എല്ലാരും. ആ, ഇതൊന്നുമല്ല. ഇറ്റ് ഡിപ്പെൻസ്. ഡിപ്പെൻസ് ആണ്, ഡിപ്പെൻസ്. സാഹചര്യത്തിനനുസരിച്ച് രണ്ടുപേർക്കും രണ്ടുപേരും ഒരേ സമയം രണ്ടുപേരും ഒന്നല്ല. ബോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയമാവണം. ബോത്ത്. ഇതൊന്നുമല്ല. ബോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? ഇവിടെയാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഒരു ആദ്യത്തെ അറിവായി. ഇത് ഇന്റർനെറ്റിലൊന്നും തപ്പിയാൽ കിട്ടൂല. ബോത്ത് എന്ന് എഴുതി കാണിക്കും. ബോത്ത്. ചാറ്റ് GPT എടുത്ത് ചോദിച്ചാലും പറയും രണ്ടും ഒരുപോലെയാണോ. അതിനപ്പുറത്തൊരു അറിവുണ്ടെങ്കിൽ ആ അറിവാണിത്. ഡിപ്പെൻസ്. ഡിപ്പെൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഒരേ സാഹചര്യത്തിൽ രണ്ടുപേരും ഒരുപോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അടിയും ബഹളവും കലാപവും ഉണ്ട്. ഇറ്റ് ഡിപ്പെൻസ്. ഏത് സാഹചര്യത്തിൽ ചില സമയത്ത് പെണ്ണായിരിക്കും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരിക. ചില സമയത്ത് ആണായിരിക്കും കൈകാര്യം ചെയ്യേണ്ടി വരിക. ചില സമയം അതാണ് ആണിനും പെണ്ണും ഒരേപോലെ അല്ല. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ വലിപ്പങ്ങളുമുണ്ട്, ചെറുപ്പങ്ങളുമുണ്ട്. ഇറ്റ് ഡിപ്പെൻസ്. ഇറ്റ് ഒൺലി ഓൺ ഡിപ്പെൻസ്. ചില സാഹചര്യത്തിൽ പെണ്ണിന് ചെയ്യാൻ പറ്റുന്നത് ആണിന് ചെയ്യാൻ പറ്റൂല. ചില സാഹചര്യത്തിൽ ആണിന് ചെയ്യാൻ പറ്റുന്നത് പെണ്ണിന് ചെയ്യാൻ പറ്റൂല. ഇറ്റ് ഡിപ്പെൻസ്. ഇങ് എനർജി ഒക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതല്ലേ. എന്റെ സ്റ്റുഡൻസ് കുറവാണ് ഇതിനകത്ത്. എനിക്ക് 10 ടോട്ടൽ ഫ്രീ സെഷൻ എടുത്തും കൂട്ടി 5000-ലധികം സ്റ്റുഡൻസ് ഉണ്ട്. ഫ്രീ സെഷൻ എടുത്തതും കൂട്ടി. അതിലാകെ ഒരു 10, 20, 25 പേരെ ഇതിനകത്തുള്ളൂ. അവർക്കും ഭാഗ്യമില്ല. അവരിപ്പോഴും ലോ ഓഫ് അട്രാക്ഷന്റെ, NLPയുടെ, EFTയുടെ ഒക്കെ പുറകെ നടക്കട്ടെ. നടന്ന് തിരിച്ചു വരും. എന്റെ സ്റ്റുഡൻസിന് ഭാഗ്യമില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഇതിനകത്ത് ഇരിക്കുന്നവരെല്ലാരും എന്റെ സ്റ്റുഡൻസ് ഒന്നുമല്ല. ഇവരെങ്ങനെയൊക്കെയോ ഇതിനകത്ത് വന്നു പെട്ടവരാ. എങ്ങനെയൊക്കെയോ. എല്ലാരും ഗ്രൂപ്പിൽ ഒന്നൂടെ ഒന്ന് മെസ്സേജ് ഇട്ട്. എങ്ങനെയൊക്കെയോ ഇവര് വന്നു പെട്ടതാണ്. അപ്പോ ആണും പെണ്ണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ആണ്. ഡിപ്പെൻസ്. കൃത്യമായി മനസ്സിലാക്കുക. ഡിപ്പെൻസ്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അവരുടെ റേഞ്ച്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലത് കൂടും, ചിലത് കുറയും. ഈ ശരീരത്തിൽ വരുന്നതിന് മുമ്പും അതുപോലെ തന്നെയാണ്. അതാണ് ദൈവീകത. ദൈവീകത. ഓരോ ആണിന്റെയും പെണ്ണിന്റെയും ഉള്ളിൽ രണ്ട് ഭാവങ്ങളുമുണ്ട്. ആണിന്റെ ഭാവങ്ങളുമുണ്ട്, പെണ്ണിന്റെ ഭാവങ്ങളുമുണ്ട്. പക്ഷെ അത് സൃഷ്ടിക്കനുസരിച്ച് ചില സമയങ്ങളിൽ ചിലർക്ക് കൂടി വരും, ചിലർക്ക് കുറഞ്ഞു വരും. ചില സാഹചര്യങ്ങൾ ചിലർക്ക് ആണിന്റെ ഉള്ളിലുണ്ട് കരുണയും ആർദ്രതയും സഹനവും എല്ലാം. അത് പെണ്ണിന്റെ ഭാവമാണ്. അത് ഉപയോഗിക്കേണ്ട ചില സ്ഥലങ്ങളിൽ ആണ് ഉപയോഗിക്കേണ്ടടുത്ത് ആണിന്റെ ഭാവങ്ങൾ ഉപയോഗിക്കണം, പെണ്ണിന്റെ ഭാവങ്ങൾ ഉപയോഗിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചത്. ഇത് ദൈവീകതയുടെ ഒരു കണ്ണാടി കൂടിയാണിത്. ദൈവീകതയുടെ. ചിലർ പറയും ദൈവം പുരുഷനാണെന്ന് പറയും, ദൈവം സ്ത്രീയാണെന്ന് പറയും. ഒരു രൂപവും ദൈവത്തിന് കൊടുക്കരുത് എന്ന് പറയുന്നതിന്റെ ദൈവം എന്റെ അതേ പ്രതിച്ഛായയിലാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ആണിനെ പെണ്ണെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. എന്നെ പെണ്ണെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അപ്പൊ ചിലർ പറയും ആണും പെണ്ണും കൂടിയതാണ് മറ്റേ നമ്മുടെ ട്രാൻസ്ജെൻഡർ. ആ രൂപവും നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഒരു രൂപവും കൊടുക്കാൻ പാടില്ല. പക്ഷെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പല ധർമ്മങ്ങളിലും പല രീതിയിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. പല രീതിയിലും.
ഹിന്ദു ധർമ്മത്തിലാണെങ്കിൽ അർദ്ധനാരീശ്വരനായ ശിവൻ എന്നാണ് പഠിപ്പിക്കുന്നത്. ശിവനും ശക്തിയും ചേർന്ന് ഉള്ള ആ ഒരു പ്രകടനം. ഇവ രണ്ടല്ല ഒന്നാണ്. അതാണ് അർദ്ധനാരീശ്വരൻ എന്ന് വിളിക്കുന്നത്. ശിവനും ശക്തിയും, ശിവൻ പുരുഷനും ശക്തി സ്ത്രീയും ചേർന്ന്. ശിവതാണ്ഡവം നൃത്തം, ശിവനും ശക്തിയും ചേർന്നുള്ള നൃത്തം എന്ന് പറയൂലേ, ആ നൃത്തം ഒരേ കണ്ണാടിയിൽ പ്രതിഫലിപ്പിക്കുന്ന ഈ രണ്ട് പ്രതിബിംബങ്ങളെയാണ്. അത് സിംബോളിക് ആയിട്ടാണ് പറഞ്ഞത്, സിംബോളിക്. പിന്നീട് നമ്മൾ പല രൂപങ്ങളൊക്കെ കൊടുത്തു, പക്ഷെ ഇറ്റ് സിംബോളിക്. ആ സിംബോളിസം നമുക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ പിന്നീട് വന്നവർ മനസ്സിലാക്കാതെ പലതും ചെയ്തു വെച്ചു. ഇതാണ് ഡിവൈനിറ്റി. എല്ലാ ഡിവൈൻ ഭാവങ്ങളും മനുഷ്യന് നൽകിയിട്ടുണ്ട്. പെണ്ണിന്റെ ഉള്ളിലും ആണിന്റെ ഭാവങ്ങളും പെണ്ണിന്റെ ഭാവങ്ങളും ഉണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചിലത് കൂടി നിൽക്കും. ഇസ്ലാമിലാണ് ഈ പറയുന്നത്, നിങ്ങൾ ദൈവത്തെ പുരുഷനോ സ്ത്രീയോ ഒന്നും വിളിക്കരുത്, ഒരു ഇതും കൊടുക്കരുത്. കാരണം ഒരു സമുദ്രത്തിന് ലിംഗഭേദമില്ലാത്തതുപോലെ ആകാശത്തിന് അത്രയും ഇതാണ്. ഒരിക്കലും നിങ്ങൾ അവൻ അവൾ എന്ന് പോലും, അവൻ എന്നാണ് പലപ്പോഴും അഭിസംബോധന ചെയ്യണത്, അങ്ങനെ പോലും അഭിസംബോധന ചെയ്യരുത് എന്നാണ് പറയുന്നത്. രൂപഭാവം കൊടുക്കാൻ പാടില്ല. ക്രിസ്ത്യാനിറ്റിയിൽ പിതാവ് എന്ന് വിളിക്കാറുണ്ട് എന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ അവർ മാതാവിനും സ്ഥാനം കൊടുക്കുക. അതോടൊപ്പം ബൈബിൾ സംസാരിക്കുന്നത് മുഴുവൻ അധികവും പിതാവ് എന്ന് വിളിക്കുമ്പോഴും സ്ത്രീ ഭാവങ്ങളെ, അമ്മയുടെ ഗുണങ്ങളെ കുറിച്ചാണ്. കരുണ, പോഷണം, സംരക്ഷണം. ഈ ഡിവൈനുമായിട്ട് കണക്ട് ആകണമെങ്കിൽ ആ ഡിവൈനിറ്റിയെ നിങ്ങൾ കൂടുതൽ അറിയണം. കൂടുതൽ അറിയുമ്പോൾ നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ആത്മാവിനും ആ ഒരു ഡിവൈനിറ്റിയിൽ നിന്നും, ആ ഒരു ബ്രഹ്മത്തിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ബ്രഹ്മത്തിൽ ഹിന്ദുമതത്തിൽ വളരെ കൃത്യമായി ബ്രഹ്മം രൂപരഹിതവും ലിംഗരഹിതവുമാണ് എന്ന് പഠിപ്പിക്കുന്നു. അതോടൊപ്പം ഈ ഭാവങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുന്നു. ദൈവം നമുക്ക് രണ്ടുമായി പ്രതീക്ഷപ്പെടുന്നതിന്റെ, അങ്ങനെയാണ് പലപ്പോഴും രൂപങ്ങൾ സൃഷ്ടിച്ച് ആൺ ദൈവവും പെൺ ദൈവങ്ങളെ ഒക്കെ സൃഷ്ടിക്കാൻ കാരണം. ഇത് രണ്ടും ചേർന്നാണെന്ന് പറഞ്ഞ് പിന്നെ ചിലർ അതിനെ മാത്രം ഒരു വശം മാത്രം ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ആരാധിച്ച് അതിന് ഓരോ രൂപം കൊടുത്തു. ദൈവികത എന്ന് പറയുന്നത് എല്ലാം ഉൾപ്പെട്ടതാണ്. എല്ലാം. ദൈവം ചിലപ്പോൾ പിതാവായി വരുന്നു, ചിലപ്പോൾ ശക്തനും ഉറച്ചവനും വഴികാട്ടിയുമായി വരുന്നു, ചിലപ്പോൾ അമ്മയായി വരുന്നു, ആർദ്രതയും ക്ഷമയുള്ളവനും ആലിംഗനം ചെയ്യുന്നതും, ചിലപ്പോൾ സുഹൃത്തായി വരുന്നു, പ്രിയപ്പെട്ടവൻ, കുട്ടി, യജമാനൻ. എല്ലാം എല്ലാം എല്ലാ എല്ലാ എല്ലാം നിങ്ങൾക്ക് അതിൽ ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാം ഇതിലാണ് നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളുടെയും വിട എന്ന് പറയുന്നത്. ഈ മനസ്സിലാക്കലിലാണ്, ഈ മനസ്സിലാക്കല്. അല്ലാതെ എന്തോരം നിങ്ങൾ ഇത് ചെയ്തിട്ടും എത്രയൊക്കെ നിങ്ങളുടെ ക്ലാസ്സുകൾ കേട്ടിട്ടും കൗൺസിലിങ്ങിന് പോയിട്ടും പോയിട്ടൊന്നും ശാശ്വതമായൊരു മനസ്സമാധാനം നിങ്ങൾക്ക് കിട്ടൂല. ശാശ്വതമായൊരു മനസ്സമാധാനം, ശാശ്വതമായ മനസ്സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഇതെല്ലാം ഈ നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ആത്മാവിനെ ബന്ധിപ്പിക്കുന്നതിന്, കണക്ട് ചെയ്യുന്നതിന്, ഈ കരുണയും ആർദ്രതയും ഉറച്ചവനും വഴികാട്ടിയും സ്നേഹം തരുന്നവനും സപ്പോർട്ട് തരുന്നവനും എല്ലാം നിങ്ങളുടെ സമർപ്പണം എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് കൂടിയാണ്. നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ദുർബലരാവുകയല്ല. നിങ്ങളുടെ എല്ലാം നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ദുർബലരാവുകയല്ല. ഏറ്റവും ശക്തനായ ഒരു വഴികാട്ടി, ഏറ്റവും ശക്തിയായ ഒരു മാതാവ്, ഏറ്റവും ശക്തനായ ഒരു സുഹൃത്ത്, ഏറ്റവും ശക്തനായ ഒരു കുട്ടി, ഏറ്റവും ശക്തനായ ആർദ്രതയുള്ളവൻ, ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവൻ എല്ലാം നിങ്ങളുടെ കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ലോകത്ത് എന്തിനെങ്കിലും ഭയപ്പെടണോ സഹോദരന്മാർ? പിന്നെ എന്തിനെങ്കിലും ഭൂമിയിൽ പിന്നെ എന്തിനെങ്കിലും, ഭൂമിയിൽ നിന്നല്ല ഈ പ്രപഞ്ചത്തിൽ, നിങ്ങൾ ഈ ഭൂമി വിട്ടു പോയാലും
നിങ്ങൾ ശരീരം വിട്ട് ശരീരമാകുന്ന ഈ വാഹനം ഉപേക്ഷിച്ച് നിങ്ങൾ പോയാലും പിന്നെ നിങ്ങൾക്ക് ഭയമുണ്ടാകുമോ? അതല്ലേ ഞാൻ പറഞ്ഞ മരണസമയത്ത് പോലും നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ല. സ്ത്രീയെയും പുരുഷനെയും ഫെമിനിസത്തെ അനുകൂലിക്കണ്ട, പുരുഷാധിപത്യയും അനുകൂലിക്കണ്ട. എല്ലാം ഡിപ്പെൻസ് ആണ്, ഡിപ്പെൻസ്. എല്ലാം ഡിപ്പെൻസ്. ഓരോ സാഹചര്യത്തിലും. അതാണ് ഞാൻ ഇങ്ങാങ് എനർജി നിങ്ങൾ എന്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ മൂങ്ങയായി മാറാൻ പറഞ്ഞു. ഇത് ക്ഷമയോടുകൂടി കാത്തിരിക്കും, ക്ഷമയോടുകൂടി. പകൽ മുഴുവൻ ക്ഷമയോടുകൂടി കാത്തിരിക്കും. രാത്രിയായാലും ഇരയെ കണ്ടാൽ അത് അങ്ങനെ ഇങ്ങനെയൊന്നും വേട്ടയാടൂല. ഇരയെ കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യും. 100% അക്യുറൻസി ഉള്ള വേട്ടയാണ് മൂങ്ങയുടെ വേട്ട. മൂങ്ങയ്ക്ക് കണ്ണറിയാൻ പാടില്ലാന്ന് പറയും. പക്ഷെ മൂങ്ങ ക്ഷമയോടുകൂടി എല്ലാം നിരീക്ഷിക്കും. എല്ലാം നിരീക്ഷിക്കും മൂങ്ങ. എല്ലാം. നിങ്ങൾ പകല് കണ്ണ് കാണാത്ത സമയത്താണെങ്കിലും മൂങ്ങയുടെ മുമ്പിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കിക്കോ. മൂങ്ങ എല്ലാം നിരീക്ഷിക്കും. എല്ലാം നിരീക്ഷിക്കും. നിരീക്ഷിക്കും. പ്രതികരിക്കൂല. പ്രതികരണം ശരിക്കും ആലോചിച്ചതിന് ശേഷം. കണക്ട് ആകുന്നുണ്ടോ ഹൈദരലി സാർ? ഇങ്ങാങ് എനർജിയും ഹിപ്നോതെറാപ്പിയും സൈക്കോളജിയും എല്ലാം എല്ലാം ഇതിൽ നിന്നുണ്ടായതാണ്. എല്ലാം എല്ലാം എന്തും മനുഷ്യ ജീവിതത്തിന്റെ മനുഷ്യ മനസ്സിനെ സംബന്ധിക്കുന്നതെല്ലാം. അതുകൊണ്ടാണ് ഇതിന് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ. മനുഷ്യന്റെ സഫറിങ്ങുകൾക്ക്, ഹ്യൂമൻ സഫറിങ്ങിന് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇങ്ങാങ് എനർജി കേട്ട കുറെ ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഉണ്ടോ? അരുൺ സാറ്, ഹൈദരലി സാറ്, പ്രദീപ് സാറ്, ദീപക് സാറ്, അങ്ങനെ കുറെ പേരുണ്ട്. സോജാമ, ഔഷത്ത്, നമ്മൾ ട്രെയിനേഴ്സ് അല്ല. അതിനെ ഇതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. മനസ്സിലായില്ലേ? ഇതുമായി നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ഓരോ ആത്മാവിലും പുരുഷത്വവും സ്ത്രീത്വവും അടങ്ങിയിരിക്കുന്നു. ഓരോ ആത്മാവിലും. അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ടൈം എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്. ഡിപ്പെൻസ്. കുഞ്ഞിനെ സ്നേഹത്തോടു കൂടി അച്ഛൻ താലോലിക്കുമ്പോൾ അവിടെ കൊടുക്കുന്നത് ഒരു സ്ത്രീ എനർജിയാണ്. വഴക്ക് പറയുമ്പോൾ പുരുഷ എനർജിയാണ്. രണ്ടുപേരും ചെയ്യാറുണ്ട്. സ്ത്രീയും ചെയ്യും, പുരുഷനും ചെയ്യും. ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ ഈ എനർജികൾ ഉപയോഗിക്കേണ്ടത് ആലോചിച്ചതിന് ശേഷം, നിരീക്ഷിച്ചതിന് ശേഷമാണ്. പുരുഷന്റെ അതേ ഇതിൽ കിടന്ന് പുരുഷൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതേ പുരുഷ ഊർജം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീയും വഴക്കുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ സമാനം ഉണ്ടാവില്ല. പുരുഷന്റെ ഊർജത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോട് അതേ പുരുഷാധിപത്യത്തോടുകൂടി പുരുഷൻ പെരുമാറിയാൽ ആ വീട്ടിലും സമാനം ഉണ്ടാവും. ആ ടൈമില് നിരീക്ഷിക്കുക. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയത്തിലും ആദ്യം നിങ്ങൾ നിരീക്ഷിക്കുക. നിരീക്ഷിച്ചതിന് ശേഷം അവിടെ ഏത് എനർജിയാണ് നിങ്ങൾ പ്രയോഗിക്കേണ്ടത്? അവിടെ ഒരു കുട്ടിയുടെ എനർജിയാണോ? അവിടെ ഒരു സുഹൃത്തിന്റെ എനർജിയാണോ? അവിടെ ഒരു സ്ത്രീയുടെ എനർജിയാണോ? അവിടെ ഒരു പുരുഷന്റെ എനർജിയാണോ? ഏത് എനർജിയാണ്? അതാണ് ബുദ്ധിമാനായ. അതായത് ബുദ്ധി നമുക്ക് തന്നിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മളെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് ഇപ്പൊ ലിജോ സാറ് തുടക്കത്തിൽ പറഞ്ഞപ്പോ നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ, മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യനെ അങ്ങനെ സൃഷ്ടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ബുദ്ധിപൂർവം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. വിവേകത്തോടു കൂടി ഉപയോഗിക്കാൻ വേണ്ടി. നിങ്ങളുടെ സോളിനെ ശക്തിപ്പെടുത്തുന്ന, നിങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം, ഞാൻ ഒരു പ്രശ്നം എന്ന് പറയൂല,
ചിലർക്ക് 1000 പേരെടുത്താൽ 1000 പ്രശ്നങ്ങളായിരിക്കും. 1000 പേരെടുത്താൽ 1000 പ്രശ്നങ്ങളായിരിക്കും. ചിലർക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കും. ചിലർക്ക് റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളായിരിക്കും. ചിലർക്ക് മറ്റേ മാനസികപരമായ ടെൻഷനോ ഡിപ്രഷനോ ആങ്സൈറ്റിയോ സ്ട്രെസ്സോ ആയിരിക്കും. ഇനി ഇതിന്റെ കാരണങ്ങളും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ സോൾ അവേക്കനിങ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളെ ആദ്യത്തെ ഈ ഫസ്റ്റ് സ്റ്റേജിൽ മോർണിംഗ് ഇതില് ഈ സോളിനെ ജസ്റ്റ് ഒന്ന് അവേക്കൻ ചെയ്യുകയാണ്, ഒന്ന് ഉണർത്തുകയാണ്, ഒന്ന് തൊട്ടുണർത്തുകയാണ്, തൊട്ട് തലോടി ഉണർത്തുകയാണ്. നിങ്ങൾക്ക് ഇത്ര പവർ ഉണ്ട്. ഇനി ഇത് പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. കുതിര ഓടിക്കണമെങ്കിൽ നമ്മൾ കുതിര അഭ്യാസം ഓടിക്കാനുള്ള ഇത് പഠിക്കണം നമ്മൾ. ഇവിടെ മനസ്സൊരു കുതിരയാണ്. ആ കുതിര എങ്ങോട്ടും പായാം. സ്ട്രെസ്സിലേക്കും പായാം, ടെൻഷനിലേക്കും പായാം, സന്തോഷത്തിലേക്കും പായാം. അതിന് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി കയറും അത്. പക്ഷെ ആ കുതിരയെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സ്ഥലത്തേക്ക്. കുറച്ചു നേരം സങ്കടം തോന്നണം തോന്നിയാൽ വേണമെങ്കിൽ സങ്കടം തോന്നാന്ന്. ഇനി സങ്കടം ജീവിതത്തിൽ തോന്നുകയേ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ സങ്കടം ജീവിതത്തിൽ തോന്നുകയേ വേണ്ട. അത് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. എവരിത്തിങ് യു ക്യാൻ കൺട്രോൾ. എവരിത്തിങ്. സമ്പത്ത് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പൈസ വരും. ഇപ്പൊ നിങ്ങൾ അത് ഫീൽ ചെയ്യുന്നുണ്ടാവും പലരും. ഇതിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകള് ഇതിൽ തുടർച്ചയായി നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പണം നിങ്ങൾക്ക് കൃത്യസമയത്ത് വന്നു ചേരുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ള സമയത്ത് അതും കൃത്യസമയത്ത് അത് നിങ്ങളുടെ കയ്യിൽ വന്നു, കൃത്യസമയത്ത് വന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഹൃദയം അറിഞ്ഞുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ. നിങ്ങളിപ്പോ ഒരു സാധനത്തോട് കണക്ട് ആകുന്നുണ്ട്. ആ കണക്ട് ആകുന്ന ശക്തിയോട് നിങ്ങൾ ആ ശക്തിയാണ് ഈ ലോകത്തിന്റെ സുപ്രീം പവർ. ആ ശക്തിയാണ് ഈ ലോകത്തിന്റെ സുപ്രീം പവർ. അവനെ സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവം, അള്ളാഹു, പല പേരിട്ട് മനുഷ്യൻ വിളിച്ച ആ ശക്തി അതിന് മുകളിലൊരു ശക്തി ഇല്ലല്ലോ. നിങ്ങൾ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ യൂണിവേഴ്സിൽ വിശ്വസിക്കും. യൂണിവേഴ്സാണ് ഈശ്വരൻ, അല്ല മനസ്സല്ല. മനസ്സാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ഈശ്വരനെ നമ്മൾ അവിശ്വസിക്കുകയാണ്. മനസ്സെനിക്കെല്ലാം കൊണ്ടുവന്ന് തരും. ഇവിടം വരെയാണ് നിങ്ങളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് നിർത്തുന്നത് എല്ലാവരും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി. EFT ടാപ്പ് ചെയ്താൽ മതി, ഇവിടെ ടാപ്പ് ചെയ്താൽ മതി, ഇവിടെ ടാപ്പ് ചെയ്താൽ മതി, ഇവിടെ ടാപ്പ് ചെയ്താൽ മതി. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഇതൊക്കെ കോളർ ബോണിന് ടാപ്പ് ചെയ്യണം. എല്ലാം ആശ്വാസം കിട്ടും. പക്ഷെ അതിനു മുമ്പ് ആ ആശ്വാസം കിട്ടുന്നതിന് മുമ്പ് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു മാർഗം ഉണ്ടെങ്കിൽ ഒരു ബൈപ്പാസ്. ബൈപ്പാസിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. കറങ്ങി വന്നെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ എടുക്കും. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും. ബൈപ്പാസ് ചെയ്ത് നിങ്ങൾ കൃത്യ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബൈപ്പാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം സമർപ്പണം നടത്തണം എന്ന് പറയുന്നത്. സമർപ്പണം, പൂർണ്ണമായ സമർപ്പണം. ശക്തനായ പിതാവ് നിങ്ങളുടെ കൂടെ വന്നെന്നുണ്ടെങ്കിൽ, ശക്തനായ നിങ്ങളുടെ സുഹൃത്ത്, എന്തും തരാൻ ശേഷിയുള്ള സുഹൃത്ത്, എന്ത് ചോദിച്ചാലും തരാൻ ശേഷിയുള്ള സുഹൃത്ത്, ഏത് വിഷമത്തിലും ആശ്വസിപ്പിക്കുന്ന മാതാവ്. മനസ്സിലാകണ്ടോ? ആ ഗുണങ്ങളെല്ലാം ഒരു മനുഷ്യനുള്ള ഗുണത്തിന്റെ മൂർത്തിഭാവമാണ് ഈശ്വരൻ, ദൈവം, കർത്താവ്, അള്ളാഹു. ചില പേര് പറയാൻ പാടില്ല, ചില പേര് വിളിക്കാൻ പാടില്ല എന്നൊക്കെ ആൾക്കാർ പറയും. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലാക്കലിന്റെ പ്രശ്നമാണ്. കണ്ടീഷൻസ് ഇല്ല അതിനൊന്നും. കണ്ടീഷൻസ് ഇല്ല. നോ കണ്ടീഷൻസ്. അൺകണ്ടീഷണൽ. പലരും പല രീതിയിൽ ഇതിനെ ഗവേഷണം ചെയ്തിട്ടുണ്ട്. പലരും ഈ വഴിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്.
അപ്പൊ അത് പറയുമ്പോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ആ മാറ്റത്തെ പിടിച്ചിട്ട് കയറുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ ജ്ഞാനിയല്ല എന്നാണ് അർത്ഥം. അങ്ങനെ മാറ്റത്തിൽ പിടിച്ച് കയറിയതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ആരും മനസ്സിലാക്കിയില്ല. ആരും മനസ്സിലാക്കിയില്ല. ഖുർആൻ പറഞ്ഞത് മനസ്സിലാക്കിയില്ല. ബൈബിള് പറഞ്ഞത് മനസ്സിലാക്കിയില്ല. ഗീത പറഞ്ഞത് മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയില്ല. ഞാൻ എപ്പോഴും ഈ മുസ്ലിങ്ങളെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് മുസ്ലിം വിശ്വാസം അറിയാവുന്നതുകൊണ്ടാണ്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്ത് വന്ന മുഴുവൻ പുണ്യപുരുഷന്മാരെയും നിങ്ങൾ വിശ്വസിക്കണമെന്ന്. അത് വിശ്വസിക്കാതെ ഈമാൻ ശരിയാവൂല, വിശ്വാസം ശരിയാവൂല. അംബിയ മുർസലീങ്ങളിൽ വിശ്വസിക്കൽ എന്ന് പറയും. എന്നിട്ട് കുറച്ചുപേരെ മാറ്റി നിർത്തും സംശയദൃഷ്ടിയോടുകൂടി. പഠിക്കൂല. അവര് പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കൂല. എന്നിട്ട് പറയും ഞാൻ മാത്രം സ്വർഗത്തിൽ പോളൂ എന്ന് പറയും. ഒന്നും ശരിയല്ല അതൊന്നും. ഒന്നും ശരിയാ. ഇനി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ എന്നാ നിങ്ങൾ പഠിക്കുക? ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും നിങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങളും ഉണ്ടായിട്ട് പലരും പറയും ഹീൽ ചെയ്യുമ്പോൾ ഒരു കൗൺസിലർ ആയിരുന്ന എനിക്കറിയാം. ഞാനൊരു കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും ഒരു സൈക്കോളജിസ്റ്റും ആയിരുന്നു. ഒരു എഞ്ചിനീയറും ആയിരുന്നു. ഞാൻ ഒരുപാട് പഠനം പഠിച്ചിട്ടുണ്ട്. അതില് ഒരു 10 പേരെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം മനുഷ്യൻ അവശനായി പോകും. ഹീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയാം എത്ര പേര് ഒരു ദിവസം ഹീൽ ചെയ്യാൻ പറ്റും. ആ അവരുടെ എനർജി എല്ലാം ഇങ്ങോട്ട് കയറി വരും. ഞാൻ ഇവിടെ എത്ര നൂറുകണക്കിന് ആളുകളെയാണ് ഒരു ദിവസം നിങ്ങളെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും സംഭവിക്കൂല. മനസ്സിലായോ? ഇനി ഇത് ആയിരക്കണക്കിന് ആളുകളായി മാറും. ഒന്നും വരൂല അങ്ങോട്ട്. ഒന്നും ഏക്കൂല. മനസ്സിലായില്ലേ? ഈ ടെക്നോളജി തന്നെ ഇതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. ഇന്റർനെറ്റും ഈ സംവിധാനങ്ങളും ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടായതാണ്. ആരും വരുന്നേ ഉള്ളൂ. പലരും പല രീതിയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് തുടങ്ങുമ്പോ ഈ പേരും കേട്ടോണ്ട് പോയിട്ട് സോള് അത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ആളുകളല്ലാതെ പോയി പേരുവിട്ട് പരിപാടി തുടങ്ങിയുണ്ടല്ലോ. കുടുംബത്തിൽ സ്വസ്ഥത കിട്ടൂല കേട്ടോ. ആദ്യം ഇതെന്താണ് എന്ന് അറിയണം. ഞാൻ ഇതിനകത്തെ ട്രെയിനർമാരോടാ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു ഒരു പെങ്കൊച്ച് സോൾ എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഇട്ടിട്ട് ഒരു പരിപാടി നടത്തണ്ടെന്ന്. സൂക്ഷിച്ചോളണം. ഞാൻ ഈ ഒരു ഇപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ഈ പ്രോസസ് ഫസ്റ്റ് ചെയ്തത് 1999 ലാസ്റ്റിലാണ്. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾക്ക് ഒരു മാനസികപരമായ ഒരു ബുദ്ധിമുട്ട് വന്നു. അയാളുടെ ഉള്ളിൽ എന്തോ ഒരു സാധനം കേറി എന്നുള്ളൊരു ഫീലിംഗ് വന്നു. ഇന്ന് ഞാൻ വായിച്ചു പഠിച്ചിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് ഞാൻ അതിനെ ഹീൽ ചെയ്തു, ട്രാൻസ്ഫോം ചെയ്തു. പക്ഷെ അന്ന് സംഭവിച്ച ഒരു ദുരന്തം, അതൊരു വലിയ ദുരന്തമായി. അതുകൊണ്ട് ഇത് കേട്ടോണ്ട് പോയിട്ട് നേരെ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങക്ക് പോയി പറയാം. പക്ഷെ എന്തെങ്കിലും പ്രോസസ് അതാണ് സോളിനെ ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പണിയെല്ലാം തിരിച്ച് വന്നുകൊണ്ടിരിക്കും. സ്വസ്ഥത കിട്ടൂല കേട്ടോ. ഈ പല ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ ഉള്ളിൽ സ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വളരെ പ്രതിസന്ധിയില് ഞാൻ ഇപ്പോ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു ഇതോട് സംസാരിച്ചു. ഒരു വലിയ വർഷങ്ങളായിട്ട് ഹീലിങ്ങും അതും EFTയും NLPയും ഒക്കെ കൊടുക്കുന്ന ഒരാളാണ്. ഈ പറയുന്ന പുറമേ കൂടെ പോണ എല്ലാരും ഹീൽ ചെയ്ത് അതെല്ലാം ഇയാളുടെ ഇതിലിട്ട് വന്ന് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ടെൻഷൻ, എപ്പോഴും ടെൻഷൻ. കുറച്ചേരം ഇത് ചെയ്യുമ്പോ ഒരു ഫ്രീഡം കിട്ടും. അത് കഴിഞ്ഞാൽ വീണ്ടും ടെൻഷൻ. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ നെഞ്ചിരുന്ന് ഇങ്ങനെ പിടച്ചോണ്ടിരിക്കും. പാടുപെട്ടിട്ടാണ് അത് മാറ്റിയെന്നറിയാമോ? അത് നിങ്ങൾക്കെല്ലാം ഇത് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് ട്രെയിനേഴ്സിനെ ഒന്നും ഞാൻ ചെയ്യണ്ടെന്ന് ഞാൻ പറയൂല. ഇത് പക്ഷെ ഇതിന്റെ ടെക്നിക് നിങ്ങൾ കയ്യിൽ വരുന്നത് വരെ, ഞാൻ തരുന്നത് വരെ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം.
നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി അച്ചടക്കത്തോടുകൂടി കാത്തിരുന്നത് എന്താന്ന് മനസ്സിലാക്കണം. പഠിക്കണം, ഇരിക്കണം. അച്ചടക്കം, ക്ഷമ, മര്യാദ ഉണ്ടാവണം. ഇതുണ്ടായി എന്ന് ബോധ്യപ്പെടുമ്പോൾ അടുത്തൊരു പ്രോസസ് ഉണ്ട്, പ്യൂരിഫിക്കേഷൻ. അതും കഴിയണം. ഇതൊക്കെ 12, 13, 15 വർഷം എടുത്ത് നാട് മുഴുവൻ അലഞ്ഞ് നേടി പിടിച്ചുകൊണ്ട് വരുന്നതാണ്. എന്നിട്ടും ചിലപ്പോ ഒന്നും കിട്ടൂല. 7 വർഷം 7 വർഷം എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ. ഉറക്കം കിട്ടിയാൽ ആ ഉറങ്ങണ സമയത്ത് മാത്രം ഒരു 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 ആശ്വാസം ഉണ്ടാവും. അല്ലാതെ ഉള്ള സമയത്ത് മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. വീട്ടീന്ന് പലപ്പോഴും പോവാൻ പോലും പറ്റിയിട്ടില്ല പുറത്തേട്ട്. മനസ്സിലായോ? അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ എന്താ എങ്ങനെ സാറിനത് കിട്ടിയെന്നൊക്കെ പലരും ചോദിച്ചു. കഴിഞ്ഞ ദിവസം ചോദിച്ചു. അങ്ങനെ അങ്ങനെ അലഞ്ഞിട്ട് ആ മനസ്സിന്റെ ആ ഉരുകലിൽ നിന്നാണ്. അങ്ങനെ സ്ഫുടം ചെയ്ത് പാകപ്പെടുത്തി വന്നതാണിത്. അതുകൊണ്ട് ഈ ഇങ്ങനത്തെ പ്രോഗ്രാം ആരെങ്കിലും നടത്തണ്ടെങ്കിൽ അവിടുന്ന് ഒന്നും നിങ്ങൾ എടുത്തോണ്ട് പോയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് അത് പരീക്ഷിക്കാൻ നിൽക്കരുത്. പണി കിട്ടും. ട്രെയിനേഴ്സ്, കാരണം ഒത്തിരി ട്രെയിനേഴ്സ് ഉള്ള ലോകാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എന്റെ ട്രെയിനേഴ്സ് പോലും ഈ പണി ചെയ്യൂല. അവര് നിങ്ങക്ക് രാവിലെ വന്നിട്ട് നിങ്ങക്ക് ക്ലാസ് അവർക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഏൽപ്പിക്കുന്ന സമയത്ത് അവർ ചെയ്യും. അവരും പാകപ്പെടാനുണ്ട്. അവരെ നമ്മൾ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ കുറച്ച് മുമ്പിലാണെന്ന് മാത്രം. കാരണം അവരിതെല്ലാം അറിയുന്നതിന് മുമ്പ് തയ്യാറായ ആൾക്കാരാണ്. ഞാനിത് എന്താണ് എന്ന് പറയാതെ തന്നെ തയ്യാറായി വന്ന ആൾക്കാരാണ്. നിങ്ങൾക്കൊക്കെ ഞാൻ ഇത് എന്താണെന്ന് ഇങ്ങനെ ഓരോ ദിവസവും പറഞ്ഞു പറഞ്ഞു തരണ്ട്. ഇതൊന്നും പറയാതെ സാർ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു വന്ന ആൾക്കാരാ. അവരിൽ പോലും എല്ലാവർക്കും ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് രണ്ട് പേര് ഇപ്പോഴും പ്രശ്നമായിട്ട് നിൽക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അത്രയും ഇതായിട്ട് വന്ന ആളുകൾക്ക് പോലും അവരുടെ ഉള്ളിൽ പോലും കൺഫ്യൂഷനാണ്. കടിച്ച് പിടിച്ച് നിൽക്കുക. കടിച്ച് പിടിച്ച്. ബാഹ്യ രൂപങ്ങളിൽ നിങ്ങൾ ഒരിക്കലും കുടുങ്ങിപ്പോകരുത്. ഒരിക്കലും. പുരുഷനെ കണ്ടാലും സ്ത്രീയെ കണ്ടാലും അധ്യാപകനെ കണ്ടാലും ആരെ കണ്ടാലും അതിലുള്ളിലെ ദിവ്യത്വത്തെ നിങ്ങൾ കാണുക. ദിവ്യത്വത്തെ. സ്വന്തം ഒരു കണ്ണാടിയിൽ നിങ്ങൾ നോക്കുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈനിറ്റിയെ, ദിവ്യത്വത്തെ നിങ്ങൾ തിരിച്ചറിയും. തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റൂല എന്ന് തോന്നുന്നത്. നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ആ ഡിവൈനിറ്റിയെ തിരിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ ഡിവൈനിറ്റിയെ സൂക്ഷിച്ചു നോക്കിയാൽ മതി. ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ പേരുകൾക്കും രൂപങ്ങൾക്കും എല്ലാത്തിനും അപ്പുറത്തുള്ള നിങ്ങളുടെ ശക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ജസ്റ്റ് നോക്കിയാൽ മാത്രം. പണ്ട് പണ്ട് കാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന കഥകളിലെ പോലെ ഞാൻ എപ്പോഴും ഗ്രാമങ്ങളിലെ കഥയാണ് പറയുന്നത്. കാരണം ഗ്രാമങ്ങളിലാണ് ഇതെല്ലാം ഉണ്ടായത്. ഇന്ന് രാവിലെ എനിക്കൊരു യാത്രയുണ്ട്. അതും വലിയൊരു ഗ്രാമത്തിലേക്കാണ്. മനുഷ്യന്റെ കൈകടത്തലുകൾ ചെന്നിട്ടില്ലാത്തൊരു ഗ്രാമം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഗ്രാമങ്ങളിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്, എല്ലാം ഉണ്ടായത്. മനുഷ്യൻ ടെക്നോളജി ലിജോ സാറ് പറഞ്ഞ തൊട്ട് ഒരുപാട് വികസിച്ചിട്ടുണ്ട്. പക്ഷെ മനസമാധാനത്തിനുള്ള സാധനം മാത്രം, ആ സൂത്രം മാത്രം കണ്ടെത്തിയിട്ടില്ല. ആ സൂത്രമാണ് ഇവിടെ തരുന്ന സൂത്രം. ആ ടെക്നിക്കാണ് ഇവിടെ തരുന്നത്. അതുകൊണ്ടാണ് ആളുകൾ രാവിലെ ഇതെല്ലാ പ്രതിസന്ധിയും ഇത് സംശയം തോന്നിയിട്ട് പോലും ഇതിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ആ സൂത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിങ്ങനെ ഈ സൂഫി സന്യാസിമാര്, മറ്റേ ഋഷിമാര്, പിന്നെ സെയിൻസ് വിശുദ്ധന്മാർ, ഇവരുടെയൊക്കെ അടുത്ത് കിട്ടുന്ന അവരുടെ അടുത്ത് തന്നെയാണ് ഇത് കിട്ടുന്നത്. അവരാണ് ഇതിന്റെ സൂത്രം കണ്ടുപിടിച്ച ആൾ.
എല്ലാ മതങ്ങളിലും അവരുണ്ടായിരുന്നു. ചിലർ തിരിച്ചറിയപ്പെട്ടു, ചിലർ തിരിച്ചറിയപ്പെടാതെ മരിച്ചുപോയി. തിരിച്ചറിയപ്പെടാൻ ആഗ്രഹിക്കാതിരുന്ന ഒരുപാട് ആളുകൾ, തിരിച്ചറിയപ്പെടാതിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആളുകൾ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ടെക്നിക്കുകൾ ഉണ്ടാകും. അതിലെ ചില ടെക്നിക്കുകളാണ് നമ്മളിവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലും വലിയ ടെക്നിക്കാണ് ഇനി അഡ്വാൻസിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരൊറ്റ പ്രോഗ്രാം കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ട് ശാന്തമാവും. അങ്ങനത്തെ ഒരു 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 തുടർച്ച ആഴ്ചയിൽ ഒരിക്കലുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അതിന് കണ്ടീഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 41 ദിവസം ഇതിനകത്ത് പങ്കെടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ, ആ പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫീലിംഗ് വരും. ഓക്കെ, അപ്പോ ഒരു ഗ്രാമത്തില്, ആ ഗ്രാമത്തിനോട് ചേർന്ന ഒരു താഴ്വരയിൽ ആളുകളൊന്നും ഇല്ലാത്ത ഒരു 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 ഭാഗത്ത്, ആളുകളൊന്നുമില്ലാത്ത ഒരു ഭാഗത്ത് തന്റെ കുടുംബവും പേരും തന്റെ സമ്പത്തും എല്ലാം 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 ഉപേക്ഷിച്ച് ദൈവത്തെ അന്വേഷിച്ച ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹം അതിനകത്തുള്ള അടുത്തുള്ള മലയുടെ മുകളിലുള്ള ഗുഹയിൽ പോയിരിക്കും. അതിലൂടെ അവിടെ ഇരുന്ന് ധ്യാനിക്കും, ഗുഹകളിലിരിക്കും, ഉപവസിക്കും, നോമ്പെടുക്കും. ദൈവമേ, അങ്ങയുടെ യഥാർത്ഥ മുഖം എനിക്കൊന്ന് വെളിപ്പെടുത്തി തരൂ. നീ ആണാണോ പെണ്ണാണോ, ഏത് രൂപത്തെയാണ് ഞാൻ ആരാധിക്കേണ്ടത്? ഇത് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ആദ്യം പകലുകൾ പോയി, രാത്രി പോയി, ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ദൈവത്തിൽ നിന്ന് ഒരു പ്രതികരണമില്ല. ഇദ്ദേഹത്തിന് അറിയണം, ഞാൻ ആണിനെയാണോ പെണ്ണിനെയാണോ ആരാധിക്കേണ്ടത്, ദേവിയെയാണോ ദേവനെയാണോ, എന്തിനെയാണ് ആരാധന? അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈശ്വരൻ എങ്ങനെയാണ്, ആണാണോ പെണ്ണാണോ? കുറേ നാളിങ്ങനെ ഇരുന്നു, ഒന്നും സംഭവിച്ചില്ല. ഒരിക്കൽ രണ്ട് യാത്രക്കാരായ ആളുകൾ, ഒരു സ്ത്രീയും പുരുഷനും അതിലെ കടന്നു വന്നു. സ്ത്രീയും പുരുഷനും അതിലെ കടന്നു വന്നു. ഒരാൾ നല്ല ശക്തനായ നല്ലൊരു ചെറുപ്പക്കാരൻ, കണ്ണുകളിൽ തീ കത്തുന്നുണ്ടായിരുന്നു. അവന്റെ ശബ്ദം ഇടിമുഴക്കം പോലെയായിരുന്നു അവന്റെ ശബ്ദം. ഇടിമുഴക്കം പോലെ മുഴങ്ങുന്ന ശബ്ദം. അതിശക്തനായ ഒരു മനുഷ്യൻ. കൂടെ ഉണ്ടായിരുന്നത് സൗമ്യയായ വളരെ മൃദുലമായ, കണ്ണുകളിൽ ചന്ദ്രനെ പോലെ ശാന്തത കുടികൊള്ളുന്ന ഒരു മൃദുവായ ഒരു സ്ത്രീ, ഒരു ഇളം കാറ്റ് പോലെ. അപ്പോ ഈ ഇത്രയും നാള് ദൈവത്തെ അന്വേഷിച്ചിരുന്ന ഇയാളുടെ മുമ്പിലേക്ക് വന്ന രണ്ടുപേരെ കണ്ടപ്പോ അവര് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ധ്യാനിക്കുന്നത്? ഞാൻ ഈശ്വരനെ ധ്യാനിച്ചിരിക്കുകയാണ്. ഈശ്വരൻ സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്റെ ധ്യാനം. ഈശ്വരൻ സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയണം. ബ്രഹ്മം സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കറിയണം. അതിനു വേണ്ടിയിട്ട് ഞാൻ സന്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുരുഷൻ പറഞ്ഞു, എന്നെ പോലെയാണ് കർത്താവ് ഈശ്വരൻ, ശക്തനും ധീരനും ലോകത്തിന്റെ മുഴുവൻ സംരക്ഷകനുമാണ് ഞാൻ, എന്നെ പോലെയാണ്. സ്ത്രീ പറഞ്ഞു, സന്യാസി അല്ല, എന്നെ പോലെയാണ് കർത്താവ് ദൈവം ഈശ്വരൻ, ആർദ്രതയുള്ളവനും ദയുള്ളവനും എല്ലാ സൃഷ്ടികളുടെയും മാതാവുമാണ്. ഇയാളാകെ കൺഫ്യൂഷനായി, വീണ്ടും കൺഫ്യൂഷനായി. ഈ രണ്ടും ഇവിടെ ഇവര് പറഞ്ഞത് ശരിയാണല്ലോ, രണ്ടും രൂപങ്ങളും ഉണ്ടല്ലോ, രണ്ട് ഭാവങ്ങളും ഉണ്ടല്ലോ. എവിടെ നോക്കിയാലും പ്രപഞ്ചത്തിൽ ഈ ഭാവങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ സന്യാസി അവൻ ധ്യാനിച്ച് കിടന്നുറങ്ങുമ്പോൾ
അവൻ സ്വപ്നത്തിൽ അതിരുകളില്ലാത്ത ഒരു കടലിന് മുന്നിൽ, അതിനു മുകളിൽ അതിരുകളില്ലാത്ത ഒരു ആകാശവും അവൻ കണ്ടു. അവനൊരു അശരീരി കേട്ടു, ഞാൻ ഏത് രൂപമാണെന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ഞാൻ സ്വർണമോ വെള്ളിയോ അല്ല, ഞാൻ ആണോ പെണ്ണോ അല്ല. അവന്റെ മുന്നിൽ ഉടനെ തന്നെ രണ്ട് കണ്ണാടികൾ പ്രത്യക്ഷപ്പെട്ടു, ഈ സന്യാസിയുടെ സൈഡിൽ, രണ്ടു വശത്ത്, ഇടതും വലതും. ആദ്യമുള്ളതിൽ അവൻ ശക്തനായ ഒരു രാജാവിനെ അവൻ കണ്ടു, ശക്തനായ ഒരു രാജാവിനെ, കിരീടം വെച്ച് ഗാംഭീര്യമുള്ളതുമായ. രണ്ടാമത്തതിൽ അവൻ സ്നേഹനിധിയായ ഒരു അമ്മയെ കണ്ടു, സ്നേഹനിധിയായ ഒരു അമ്മയെ, സൗമ്യമായതും തിളക്കമുള്ളതും പുഞ്ചിരിക്കുന്നതുമായത്. ഇത് രണ്ടും രണ്ടും ഒരേപോലെ പ്രതിഫലിക്കാൻ തുടങ്ങി, ഒരേപോലെ. ഈശ്വരന് ആ രൂപങ്ങളൊന്നുമില്ല. ഇത് രണ്ടിന്റെയും പ്രതിഫലനമാണ്, രണ്ടിന്റെയും പ്രതിഫലനമാണ്. പല മുഖങ്ങളും ധരിക്കും, പല മുഖങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും, പല രൂപത്തിൽ, പല ഭാവത്തിൽ. എല്ലാം നിന്നിലുണ്ട്, എല്ലാം. ഇതൊന്നും വായിച്ചിട്ട് അഹം ബ്രഹ്മാസ്മി, തത്വമസി, നീയാണ് ഞാൻ, ഇതൊന്നും വായിച്ചിട്ട് കാര്യമില്ല, ഒന്നും അറിഞ്ഞിട്ടും കാര്യമില്ല. അതിന്റെ സത്ത ഒരുപാട് ഡീപ്പായിട്ട് പോണം, ഡീപ്പായിട്ട്. അതിനുശേഷം ഈ സന്യാസി എല്ലാത്തിലും ദൈവികത കാണാൻ തുടങ്ങി, എല്ലാത്തിലും. കൊടുങ്കാറ്റിന്റെ ശക്തിയിൽ, പേമാരിയുടെ ശക്തിയിൽ, മഴ, ചെറുമഴയുടെ മൃദുലതയിൽ, അതിശക്തമായ പേമാരിയിൽ, പുരുഷന്റെ ധൈര്യത്തിൽ, സ്ത്രീയുടെ കാരുണ്യത്തിൽ, സ്വന്തം ആത്മാവിന്റെ നിശ്ചലതയിൽ, സ്വന്തം ആത്മാവിന്റെ നിശ്ചലതയിൽ അവൻ ദൈവത്തെ ഫീൽ ചെയ്യാൻ തുടങ്ങി, ഫീൽ ചെയ്യാൻ തുടങ്ങി. അത്രയും നാളും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ.